ദീപക്, എവിടെയാണ് താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത്? എസ് കെ എൻ, ഞാൻ ചൂരൽമലയിലേക്കുള്ള കവാടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള മുഴുവൻ സന്നാഹങ്ങളും നീങ്ങുന്നത്. കാലത്ത് തന്നെയുള്ള തിരച്ചിലിൻ്റെ തുടക്കങ്ങൾ, അതിനുവേണ്ടിയുള്ള JCB ഉൾപ്പെടെയുള്ള വലിയ കൂറ്റൻ JCB ഉൾപ്പെടെ എത്തിക്കഴിഞ്ഞു. ഏതായാലും ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാന നിർണായകമായ 2 യോഗങ്ങൾ ചേരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി എത്തുന്നു. മുഖ്യമന്ത്രിയുമായി അല്പം മുൻപ് സംസാരിച്ച സമയത്ത് അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണെങ്കിൽ 9 മണിക്ക് പുറപ്പെടും. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ നേരത്തെ തന്നെ 8 മണിയോടുകൂടി അദ്ദേഹം യാത്ര തിരിക്കും എന്നുള്ളതാണ് അറിയിച്ചത്. ഏതായാലും ആദ്യം തന്നെ ഉദ്യോഗസ്ഥരുമായുള്ള മുഖ്യമന്ത്രിയുടെ യോഗമാണ്. മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരും മന്ത്രിമാരും, അതായത് മന്ത്രിമാർ നേരത്തെ തന്നെ തീരുമാനപ്രകാരം മന്ത്രിമാർ ജില്ലയിൽ ഇവിടെ വയനാട് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർ ഇതിൻ്റെ ഏകോപന ചുമതലയുള്ള ADGP MR അജിത് കുമാർ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോടൊപ്പം ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണുവും ഒപ്പം തന്നെ DGP ദർവേഷ് സാഹിബും എത്തുന്നുണ്ട്. ഇവരെല്ലാം ചേർന്നുള്ള ആദ്യ യോഗം നടക്കും. ഇതിനുശേഷം 11:30 മണിയോടുകൂടി സർവകക്ഷി യോഗം നടക്കും. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എസ് കെ എൻ, കാരണം ഒരു മഹാദുരന്തം, ഒരുപക്ഷെ നമ്മൾ നേരത്തെയും പല ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിന് തൊട്ടരികിലാണ് കഴിഞ്ഞ 2019 പുത്തുമല ദുരന്തം എസ് കെ എൻ റിപ്പോർട്ട് ചെയ്തത്. ഞങ്ങൾ ഇന്ന് അതുവഴിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ പുത്തുമലയുടെ നടുക്കത്തിൻ്റെ ഓർമ്മകൾ, എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ വലിയ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഒരു ദുരന്തമാണ് ഈ നാട് താങ്ങാനാവാത്തതിലപ്പുറം ഒരു നാടാകെ ഒലിച്ചുപോയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എസ് കെ എൻ, ഏതായാലും ഇതിൽ ഔദ്യോഗികമായി ഇനി അവസാന വട്ടത്തിൽ നടത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഏകോപനം, അതിൻ്റെ തീരുമാനങ്ങൾ, ഇതൊക്കെ നമുക്ക് ഏതാണ്ട് ഒരു 11:30 മണിയോടുകൂടി പ്രേക്ഷകരെ അറിയിക്കാൻ സാധിക്കും. എസ് കെ എൻ. ദീപക് തെരമടമാണ് വിവരങ്ങൾ നൽകിയത്. ചൂരൽമലയുടെ കവാടത്തിൽ നിന്നാണ് ദീപക് ഈ ദുരന്തത്തിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത്